उपाय एक बार समझ लीजिएगा, आपको ओपल रतन धारण करना है. ഞാൻ വരണോ? അല്ല, പ്രായമുള്ള ആരെങ്കിലും വേണ്ടേ? പോകുന്ന ഹോട്ടല അത്രയ്ക്ക് സ്ഥലമൊന്നുമില്ല, ഇരിക്കവിടെ. ഇത് വലിയ കഷ്ടപ്പാടായല്ലോ. ഇത്രയും പേരൊക്കെ മതി. എല്ലാം മനസ്സിലായില്ലേ? ഞാനും വരുന്നു. ഏതുണ്ടാ നിങ്ങളും കൂടി വരണോട്ടോ. ഞാനും വരണം. അങ്ങനെയൊക്കെ വേണോ? അങ്ങനെ വിളിച്ചോ? She's no longer pregnant. സ്പീക്കർ ആ താഴെ രണ്ടെണ്ണം കുത്തുക, ടിവിയുടെ മേളിൽ കുത്തുക. ഓക്കെ, ഇതാണോ? ഓക്കെ. നേരത്തെ വിളിച്ച് ചോദിച്ചിട്ട് ഈ സാധനം അവിടുന്ന് ഇന്ത്യയെ കൊണ്ടുവന്നാൽ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. എങ്ങനെ കൊണ്ടുവന്നാ? ഒരു മാസം ലീവ് ഉണ്ടോ? 9 തീയതി പോകും. അപ്പോൾ പോകാറായി. അപ്പോൾ ഒരു മാസം ആയിരുന്നു വന്നിട്ട്. അപ്പോൾ കുറച്ച് ദിവസം ലീവ് ഉള്ളായിരുന്നോ? പെട്ടെന്ന് ഓടി വന്നാ. അപ്പോൾ വൈഫും പിള്ളേരെല്ലാം അവിടെയാണോ? ഓക്കെ. അന്ന് ചാറിനെ വിട്ടായിരുന്നേ പെട്ടെന്ന്. സമയമില്ല, പെട്ടെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പറയാതെ D40, D10, D100 ഒക്കെ സാറ്റലൈറ്റ് സ്പീക്കർ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കുറേ എണ്ണം ഉണ്ടെന്ന്. ഇതിപ്പോൾ ഒരാളത് കണ്ടിട്ട് അന്നേരം അവർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ഈ സാധനം അയക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സ്പീക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് മാർക്കറ്റിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അതൊന്ന് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. സോണി D40, D100, D10 തുടങ്ങിയ സോണിയുടെ 4.1 ഹോം തിയേറ്ററിൽ വരുന്ന സ്പീക്കറാണ്. ഒറിജിനൽ. ഓക്കെ. സെറ്റാണ് 3000 രൂപ മെച്ചം വില വരുന്ന കൂട്ടി ഓഫറിൽ കൊടുക്കുന്ന സെറ്റാണ്. അതിൻ്റെ സബ് ഓഫർ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. എല്ലാം ഇതൊരു 4-5 കാണുമായിരിക്കും. അപ്പം അതിൻ്റെ ബോർഡ് പോയതാ. ബോർഡ് പോയി കഴിയുമ്പം അവരങ്ങോട്ടേക്ക് വേറെ ബോർഡ് വെക്കാമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അവൻ്റെ TV21 ഒന്ന് എങ്ങനെ വർക്കാവുമെന്നൊന്ന് നോക്കുക. ബ്ലൂടൂത്ത് നോക്കിയോ. ഒരു 100 വാട്ട്സിൻ്റെ സബ് ഓഫറും 50 വാട്ട്സിൻ്റെ സ്പീക്കറും കൊടുക്കാം. പക്ഷേ ഇതിലും കുഴപ്പമില്ല. ഇത് പിന്നെ ബാസായിട്ടുള്ള സബ് ഓഫറിൻ്റെ സെപ്പറേറ്റ് വോളിയം, ഫ്രീക്വൻസി എല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൗണ്ടിലേക്ക് മാറ്റാം. മറ്റേത് വരുന്ന സൗണ്ട് നമ്മൾ കേൾക്കാമെന്നുള്ളതല്ല, വേറെ നിവൃത്തിയില്ലല്ലോ. കണക്ട് ചെയ്ത മോനെ, ബ്ലൂടൂത്ത് കൊണ്ട് കണക്ട് ചെയ്ത മോനെ. ബ്ലൂടൂത്ത് ഓക്സിനും ഉണ്ട്. ഒരു പാട്ടിട്ടു. ഞാൻ സബ് ഓഫറിൻ്റെ വോളിയൊക്കെ പകുതി ഇട്ടിട്ടുള്ളേ. നല്ല കാറ്റ് വരും. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. സബ് ഓഫർ ഇവിടെ, 2 സ്പീക്കർ ഇവിടെ. ഓക്കെ. ലെഫ്റ്റ് റൈറ്റ് സബ് ഓഫർ നേരെ കൊടുത്താൽ മതി. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ. ഇത് സബ് ഊഫർ കൊടുക്കുന്ന. ഇതിൽ ബ്ലാക്ക് പോസിറ്റീവും വരയുള്ളത് നെഗറ്റീവും. ഇതിൽ ചുമല പോസിറ്റീവും ഒന്നുമില്ലാത്തത് നെഗറ്റീവും. ഇത് ചുമല പോസിറ്റീവ് ഒന്നുമില്ലാത്ത നെഗറ്റീവ്. ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ, സബ് ഊഫർ. ഇത് നമുക്ക് ഓക്സിജന് കൊടുക്കാനുള്ള ഇൻപുട്ട് ഇത്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്. ഇവിടെ പെൻ ഡ്രൈവും കണക്ട് ചെയ്യാം.
പിന്നെ ഇത് ഫ്രീക്വൻസി, അതായത് സബ് വൂഫറിൻ്റെ ഫ്രീക്വൻസി, പിന്നെ സബ് വൂഫറിൻ്റെ വോളിയം, ട്രിബിള്, ബാസ്, മെയിൻ വോളിയം, ഇത്രയുള്ള സംഭവം. റിമോട്ടൊന്നുമില്ല. ബ്ലൂടൂത്ത് ഉപയോഗിക്കാനുള്ള ഒരു ആപ്പുണ്ട് ഇതിന്, അത് റിമോട്ടായിട്ട് വർക്ക് ചെയ്യും. BT ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതുമായിട്ട് ഇത് വർക്ക് ചെയ്യും. അതേ നമുക്ക് വോളിയം കൂട്ടുകയും ഈക്വലൈസർ അടിക്കുകയും ഇൻപുട്ട് സെലക്ട് ചെയ്യുകയും എല്ലാം ചെയ്യാവുന്ന ആപ്പുണ്ട്. മൊബൈൽ പോലെ ഇപ്പം മൊബൈൽ എല്ലാവരും കയ്യിലുണ്ടല്ലോ, അപ്പോൾ മൊബൈലിൽ ഇതിന് റിമോട്ട് വരും. ഇനി അടുത്തെടുത്തു IB300. നമുക്ക് ഈ സ്പീക്കറാണേലും മതി, നമ്മുടെ സ്പീക്കറല്ലേ. എൻ്റെ പണി ഞാൻ ചെയ്യും. സെബ്രോണിക്സ് അല്ലേ. ഇത് മറ്റേ ഓക്കെ സാർ. ആ അതെ, ഇതിപ്പം ഉറുമ്പ് കയറിയത് ഓഫായി പോയി കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോഴാണോ സ്ട്രിപ്പെല്ലാം പോയെന്ന് പറഞ്ഞത്? ഇല്ല, ഇത് തന്നെ ഒരു പ്രാവശ്യം കണക്ട് ചെയ്തപ്പോൾ പുഷ് പവർ ബട്ടൺ എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് വന്നു. കൊടുത്തു. ആ ഭയങ്കര വിലയാണ്, റേറ്റ് ആവും 10,000 രൂപ. തിരുവല്ലയിലാണോ? എന്റെ കൂട്ടുകാരൻ തന്നെ ചേട്ടച്ചാരാന്നും പറഞ്ഞാൽ ഉണ്ടായതാണ്. ആ, പുള്ളി എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഈ പൊന്മും തങ്ങണ്ടുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, തിരിച്ചു വന്നേക്കാൻ മതി. അങ്ങനെ ആക്കി. ആ ഓക്കെ, ശരിയാണ്. പറയുമ്പോഴേ ഈ സോണിയുടെ മിക്കവാറും എല്ലാ ഹോം തിയേറ്ററുകൾക്കും പവർ സപ്ലൈ കംപ്ലൈൻറ്റ് വന്നാലും ആംപ്ലിഫയർ ബോർഡ് കംപ്ലൈൻറ്റ് വന്നാലും പുഷ് പവർ പ്രൊട്ടക്റ്റ് പറയും. ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പുഷ് പവർ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് ഷോർട്ടഡ് എന്നാണ് അർത്ഥം. എന്തോ ഷോർട്ടായിട്ടിരിക്കുന്നു, ആ സാധനം മാറണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് പവർ ഫെയിലിയർ വന്ന് ബാക്കി സാധനങ്ങളൂടെ ഡാമേജ് ആകാതിരിക്കാൻ പെട്ടെന്ന് പവർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനി ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, പുഷ് പവർ പ്രൊട്ടക്റ്റ് എന്ന്. അത് പവർ പ്രൊട്ടക്ഷൻ പെട്ടെന്ന് ഇത് പവർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി ഷോർട്ടിംഗ് ആണ്, ഇനി ചിലപ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാകാം, അതുണ്ടാകാതിരിക്കാൻ ഇത് കംപ്ലൈൻറ്റ് മാറ്റുന്നവരെ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യങ്ങൾ കൊണ്ടല്ല ഈ പുഷ് പവർ പ്രൊട്ടക്റ്റ് കാണിക്കുന്നത്, പല കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു തിരുവനന്തപുരത്തിനൊരു IB300 ചെയ്തപ്പം ഒരു സ്പീക്കർ മാറിക്കൊടുത്തു. നിങ്ങൾ കണ്ടു കാണും വീഡിയോയിൽ. സ്പീക്കർ സെയിം അല്ലാത്ത ഒരു സ്പീക്കർ കൊടുത്ത് ആ സെക്കൻഡിൽ പുഷ് പവർ പ്രൊട്ടക്റ്റ് വന്നു. മനസ്സിലാകുന്നുണ്ടോ? സ്പീക്കർ മാറിക്കൊടുത്ത ഇതിൽ പുഷ് പവർ, നീ പിടിച്ചാൽ മതി, പ്രൊട്ടക്റ്റ് വന്നു. അപ്പം നമുക്കിതിൻ്റെ ഓംസ് മാറി ഒരു സ്പീക്കർ പോലും കൊടുക്കാൻ പറ്റില്ല. ഞാൻ സബ് വൂഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. ഇപ്പോൾ ഞാൻ സ്പീക്കർ കൊടുത്ത പോലെ സബ് വൂഫർ കൊടുത്ത് ആ സെക്കൻഡ് പുഷ് പവർ പ്രൊട്ടക്റ്റ് അടിച്ചു. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തടിച്ചാൽ ചിലപ്പോൾ ബോർഡ് അടിച്ചു പോകും. അപ്പോൾ ഞാൻ ഒരു കുത്തി റീസെറ്റ് ആയപ്പോൾ ആ പ്രശ്നം തീർന്നു. അത് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ ഞാനത് കളയാതെ ഞാൻ വീഡിയോ എടുത്തിട്ടത്. അപ്പം അത് വളരെ കൃത്യമായിട്ട് ഞാനത് ബോധവൽക്കരിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ഇട്ടത്. കാരണം ഒരു സ്പീക്കർ പ്രത്യേകിച്ച് D ക്ലാസ് ആംപ്ലിഫയർ വരുന്ന സോണിയുടെ പോലെയുള്ള സ്പീക്കറുകൾക്ക് പോസിറ്റീവും നെഗറ്റീവും തിരിയാൻ പാടില്ല, സ്പീക്കറിൻ്റെ ഓംസ് മാറാൻ പറ്റില്ല, സ്പീക്കറും മാറി തോന്നുന്ന പോലെ കണ്ട സ്പീക്കറെല്ലാം പിടിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇതുപോലെ ഒരു പിന്ന് തന്നെ കൊടുത്തു വിട്ടിരിക്കുന്നത്. ഈ സെൻട്രലിലെ പിന്ന് ഈ സൈഡിൽ വരികയില്ല, സബ് വൂഫറിൻ്റെ പിന്ന് വേറെയാണ്. സബ് വൂഫറിൻ്റെ പിന്ന് കയറി മാറി കുത്താതിരിക്കാനും സെൻട്രലിലെ പിന്ന് മാറ്റി കുത്താതിരിക്കാനും ലെഫ്റ്റും റൈറ്റും സറൗണ്ടും മാറാതിരിക്കാനും 4 പിന്ന് ഒരുപോലെ 2 പിന്ന് വ്യത്യസ്തമായിട്ടാണ്. ഞാനതിവിടെ ഇരുന്ന ഒരു സ്പീക്കറൊന്നും ഒരു സബ് വൂഫറൊന്ന് മുട്ടിച്ച് നോക്കി, ആ സെക്കൻഡ് പുഷ് പവർ പ്രൊട്ടക്റ്റ് അടിച്ചു പോയില്ല. അത് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 4 പ്രാവശ്യമോ അടിച്ചു പോകണമെന്നില്ല. പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരികയില്ല, പിന്നെ അത് സാധനം മാറി വെച്ചെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞെന്നുള്ളൂ. വേറെ സ്പീക്കറുകൾ ഇങ്ങനെയുള്ള ഹോം തിയേറ്ററുകൾക്ക് കൊടുക്കാതിരുന്നാൽ ഇത് ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങളിരുന്ന് വർക്ക് ചെയ്യുള്ളൂ. ഇത്രയും നല്ല ഹോം തിയേറ്ററുകളൊന്നും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ താങ്ക് യു.
അപ്പോൾ ഈ ചേട്ടൻ അത് കൊടുത്തു വിട്ടു. അതുപോലെ നമ്മൾ ഇരുന്ന ഒരു സ്പീക്കർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കൊടുത്ത് അന്നേരം അത് ഓഫായെന്ന് ഞാൻ പറഞ്ഞു. ഒന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അത്ര ഭീകരതയുള്ള ഒരു സെറ്റായത്. വർക്ക് ചെയ്യുവാണ്, നല്ല വൃത്തിയായിട്ടിരുന്ന് വർക്ക് ചെയ്തു. നല്ല വർക്ക് ചെയ്യാം. പുതിയത് മേടിച്ചായിരുന്നോ? 25 രൂപ വില കുറഞ്ഞ സമയത്ത് അവസാനമായപ്പോൾ ഇച്ചിരി വില കുറച്ചായിരുന്നു. അന്ന് വലിയൊരു സ്റ്റാൻഡ്, 2 സ്പീക്കറും സറൗണ്ടും എല്ലാം ചെയ്യാൻ പറ്റിയ IV300 ഒരു D2H ഹോം തിയേറ്റർ എന്നായിരുന്നു ഇതിന് പേരിട്ട്. D2H നേരെ എടുത്ത് HDMI എടുത്ത് ഇതിലോട്ട് കൊടുത്താൽ 5.1 ആയിട്ട് വരും. 5.1 ആയിട്ട് വരും. നല്ല സുഖമായിട്ട് കാണാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊരു വള്ളി കെട്ടിക്കാൻ മോനെ എൻ്റെ ബില്ല് ആയിട്ട് തരാം. ഈ ചേട്ടൻ്റെ TV ഇത് കണ്ടല്ലോ, മിസ്റ്റർ ലൈറ്റിൻ്റെ സാധനമാണ്. മിസ്റ്റർ ലൈറ്റ് തന്നെ എല്ലാ ഒരു കമ്പനിയാണ്. സാധനം കിട്ടുന്നില്ലെന്ന് അവർ പറഞ്ഞെന്ന് പറഞ്ഞു അല്ലേ? ചേട്ടൻ പറയുന്നത് കേട്ടോ. എന്നാ പിടിച്ചോ. ഇപ്പോൾ ഓണം കഴിഞ്ഞ് ക്രിസ്മസും പിടിച്ചോ. ഓണം കഴിഞ്ഞപ്പോൾ ക്രിസ്മസും കഴിഞ്ഞ് ആണ്ടുപറവയും കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പം സാറിന്റെ ഈ യൂട്യൂബിലെ പരസ്യം കണ്ടിട്ട് വന്നതല്ലേ? അങ്ങനെ വന്നത്. അമ്മാര് സാധനം കിട്ടുന്നില്ലെന്നാ പറഞ്ഞത്. മിസ്റ്റർ ലൈറ്റിന്റെ കമ്പനിക്കാർക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനാ. കിട്ടുന്നില്ലായിരിക്കും. ഞാൻ കൂടുതൽ ഡിസ്റ്റർബ് ആക്കണ്ടെന്നിട്ട് വിളിച്ചുപോയില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ഒരു സുപ്രഭാതി ഈ പരസ്യം കണ്ട് സാധനം കൊണ്ടുവന്നു. ഇപ്പൊ സാധനം റെഡി ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ സന്തോഷമായല്ലോ? സന്തോഷമായി. ഓക്കെ. അപ്പൊ കൊച്ചെ അതിന്റെ ബില്ലെടുത്തു. ഞങ്ങൾക്കിവിടെ വരുന്ന മുഴുവൻ സെറ്റുകളും പണിത് 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 ഇനി പണിയാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഒരു ടെക്നീഷ്യൻ്റെ സെറ്റ് വന്നാണ് ഞാൻ തുറക്കുകയാണ്. ഈ പണിത് നശിച്ച സെറ്റുകൾ ഞങ്ങൾ ശരിയാക്കി കഴിയുമ്പോൾ ഞങ്ങളുടെ ജോലിയുടെ പൈസ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പൈസ നമ്മൾ പറയുമ്പോൾ അത്രയും വേണോ അത്ര ആയോ എന്ന് ചോദിക്കുന്നവരാരും ഇങ്ങോട്ട് ഒരു സെറ്റും കൊണ്ടുവരണ്ട. നമ്മൾ ഇപ്പോഴും വളരെ കുറഞ്ഞ റേറ്റാണ് വാങ്ങുന്നത്. നമ്മുടെ സമയത്തിന് വിലയുണ്ട്. വേറെ പല ജോലികളുടെ അനുസരിച്ച് നമ്മൾ വില കൂട്ടിയിട്ടില്ല. ഈ വേറൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഷർട്ട് തയ്ക്കുക അല്ലെ വേറെ എന്തെങ്കിലും പണിക്ക് വില അതിനൊരു ടൈം വെച്ച് ചെയ്യാൻ പറ്റും. സർവീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യമല്ല. ചിലപ്പോൾ 1 ദിവസം ഇരിക്കേണ്ടി വരും, 2 ദിവസം ഇരിക്കേണ്ടി വരും, 3 ദിവസം ഇരിക്കേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെട്ട് സർവീസ് ചെയ്തിട്ട് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ഇന്നലെ ഒരു ടെക്നീഷ്യനും ഇല്ലാത്തത്. ആരും ഇത് നന്നാക്കാൻ മെനക്കെടാത്തത്. ശരിയാകുന്നിടം വരെ നിങ്ങൾ കാലം കയ്യെ പിടിച്ചിരിക്കും. ശരിയായി കഴിയുമ്പോൾ അത്ര ആയോ അത്രയും വേണോ അത് കൂടുതലല്ലേ എന്ന് ചോദിക്കും. വേറെ എവിടെയെങ്കിലും ഈ പണി നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടെക്നീഷ്യൻ്റെ സെറ്റ്, ഈ പുള്ളി എന്നെ ഉച്ചയ്ക്കും വൈകിട്ടും രാവിലെയും വിളിച്ചുകൊണ്ടിരിക്കുക. ഈ സെറ്റ് ഞാനൊന്ന് അഴിക്കാം, നിങ്ങൾ കണ്ടോ ഇതെങ്ങനെ ശരിയാക്കുമെന്ന്. ഇതിപ്പോൾ ഈ സെറ്റ് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഈക്വലൈസറാണ്. ഇതെല്ലാം പറഞ്ഞ് ഇതിനകത്ത് ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുക. ഇത് കണ്ടോ, ഒടിഞ്ഞ് തൂങ്ങി കിടക്കുക, ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നു. പിന്നെ അതിനകത്ത് ഒടിഞ്ഞ് വന്ന 2-3 LED ഇതാണ്ട് പറഞ്ഞ് ഇവിടെ മണ്ടയിൽ ഒട്ടിച്ചിരിക്കുന്നു. ഇനി ഈ സാധനം ഇതിൻ്റെ അകം കാണിക്കാം. ഇതിൻ്റെ അകം നോക്കിയോ, ഇതുണ്ടോ എർത്ത് പറിച്ചിട്ടിരിക്കുന്നു. ഇത് കണ്ടോ എർത്ത് പറിച്ചിട്ടിരിക്കുന്നു. എർത്ത് കണക്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് എന്തോ പൊതിക്കെട്ട് വെച്ചിട്ടുണ്ട്. കൂടോത്രമാണോന്ന് അറിയത്തില്ല, ഒരു കൂടോത്രം വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പൊതിക്കെട്ട് മനസ്സിലായേ? പൊതിക്കെട്ട് കൂടോത്രമുണ്ട്. തുറന്നു നോക്കാം. ദൈവമേ ഇത് പൊട്ടിത്തെറിക്കുകയെല്ലാം ചെയ്യുമോ? ഉണ്ട് സ്പ്രിങ് തെറിച്ചു പോകുന്നു. ഈ സാധനമാണ് നന്നാക്കിയോ എന്ന് ചോദിച്ച് എന്നെ വിളിക്കുന്നത്. അതിൻ്റെ ഏതോ കവറും സ്പ്രിങ്ങും കോപ്പും എല്ലാം കൂടെ പാർട്സ് ആയിട്ട് ഇട്ടിരിക്കുക. ഇവിടുത്തെ അതാണ്ട് അടുത്ത വയറ് പറഞ്ഞ് കിടക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ
വലിച്ചു പറിച്ചിട്ടിരിക്കുന്ന ഒരു സെറ്റ്. ആ ബെൽറ്റ് ഒറ്റ ഒരെണ്ണം അവിടെയില്ല, സകല ബെൽറ്റും ഊരിക്കളഞ്ഞ്. എനിക്ക് ഒരു ബെൽറ്റ് പോലും അവിടെയില്ല, ഒറ്റ ബെൽറ്റില്ല. ഇത് നന്നാക്കിയെന്നാണ് രാവിലെയും വൈകിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇത് കൂട്ട് സെറ്റുകൾ ഇങ്ങോട്ട് അയക്കരുത്. ഇത് പറഞ്ഞാൽ ഈ വേസ്റ്റാണ്, ആക്രിക്കാർ പോലും എടുക്കല്ല ഈ സാധനമൊന്നും. ഇലക്ട്രോണിക്സ് വേസ്റ്റ് എന്ന് പറയും. ഇതിൽ നിന്നുണ്ടാകുന്ന പല കെമിക്കൽസും ശ്വസിച്ച് നമുക്കില്ലാത്ത അസുഖങ്ങളുടെ കൂടെ വരും. ഒരുവിധം മനുഷ്യൻ ഉപയോഗിക്കാൻ കൊള്ളുന്ന സെറ്റുകളെ ഇങ്ങോട്ട് ചുവന്നുകൊണ്ട് വരാവുള്ളൂ. ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കൊണ്ടുവരരുത്, ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുകയാണ്. ഇതുണ്ടോ ഇവിടെ അടുത്ത സാധനം പറഞ്ഞു കിടക്കുന്നു, കംപ്ലീറ്റ് സാധനം വലിച്ചു പറിച്ചിട്ടിട്ട് ശരിയായെന്ന് രാവിലെയും വൈകിട്ടും പറഞ്ഞു. ഞാൻ എന്നാ ഹനുമാനാ, ഞാൻ മാജിക്കാരനാണോ ഇതെല്ലാം കൂടെ ശരിയാക്കാൻ? പണിയാത്ത വല്ല സെറ്റും കൊണ്ടേ കൊണ്ടുപോകാം മക്കളെ, ശരിയാക്കി തരാം. കുളം തോണ്ടാതെ കൊണ്ടുപോവാം. ഇതെല്ലാം ചുമ്മാ കുളം തോണ്ടിയ സാധനമാണ്, ഇതൊന്നും രക്ഷയുള്ള കാര്യമൊന്നുമല്ല. ഇനി ഒന്ന് കുത്തി നോക്കാം എന്നെ സംഭവിക്കുന്നു. ലൈറ്റൊക്കെ ഏതാണ്ടൊക്കെ കത്തുന്നുണ്ട്. ഇനി സ്പീക്കർ ഒന്ന് കൊടുത്ത് നോക്കാം, ഇനി സൗണ്ട് ഉണ്ടോ എന്ന്. ആംപ്ലിഫയർ എന്നതിലും വർക്ക് ചെയ്യുമെന്ന്. STK ആണ്, STK. ഇത് നമുക്ക് എന്തെങ്കിലും ഓളി ഒന്ന് കൂട്ടി നോക്കാം. ഒന്നും കിട്ടുന്നില്ല. നമുക്ക് 2 സ്പീക്കറെ വേണമായിരുന്നു. അത് നമുക്ക് അയച്ചു തരാൻ പറ്റുമോ? കൊല്ലമാണ് സ്ഥലമേ. ആ കൊറിയറിൽ അയച്ചു തരാം. ഏത് സ്പീക്കറാണ് വേണ്ടേ? ഇപ്പൊ നമ്മുടെ ബ്ലൂ അങ്ങനെ ഒരു ഉണ്ടല്ലോ. ബ്ലൂ പങ്ക്. ബ്ലൂ പങ്ക് അതിന്റെ അതാണോ നല്ല സോണിയുടെ ആണോ? അതിന് കൂടുതലുണ്ട്. മറ്റേ സോണിക്കാണെങ്കിൽ കുറവാണ്. സോണി കുഴപ്പമില്ല, നല്ല സെറ്റാണ്. 5,990 അതിന് വരുന്നത്. അല്ല സോറി 4,990. ബോക്സിനകത്ത് സെറ്റ് ചെയ്ത് അയക്കണേ, അങ്ങനെ അയച്ചു തരാം. അപ്പോൾ ബോക്സിൻ്റെ പൈസ അങ്ങോട്ട് വരും. അല്ല ബോക്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് സെറ്റ് ചെയ്ത് അയക്കുക. ബോക്സും ഇതും കൂടെ ഒന്നിച്ച് ഒരു പെട്ടിയിലാക്കി അയച്ചേക്കാം. ബോക്സിന് പിടിപ്പിക്കാനൊന്നുമില്ല, നേരെ സ്ക്രൂ ചെയ്താൽ മാത്രം മതി. അതിൻ്റെ വയറ് വരെ അകത്തുണ്ട്. ദൈവം, ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത് കാന്തിക്കാൻ കാലഹരണപ്പെട്ടു, മുഴുവൻ മൊബൈലിലായി. 30 GB ഇന്റേണൽ ഹാർഡ് ഡിസ്ക് ഉള്ള സാധനമാണ്. അപ് ടു 20 hours. സോണി DCR SR42 ഇതാണ് സാധനം. ഇതിനകത്ത് മെമ്മറി കാർഡ് വരുന്നതിന് മുമ്പ് കാസറ്റ് പോയതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്, ഹാർഡ് ഡിസ്കാണ്. ഹാർഡ് ഡിസ്കാണ് ഇതിനകത്തുള്ളത്, ചെറിയൊരു ഹാർഡ് ഡിസ്കാണ്. പക്ഷേ ഇതിന് ഇപ്പോൾ നമ്മൾ ശരിയാക്കിയാൽ എൻ്റെ ഡിസ്പ്ലേയുടെ ഫ്രണ്ടിലത്തെ ഇത് പോയി. ഇതിൻ്റെ ചാർജർ ഉണ്ടോ കയ്യിൽ? അത് കുത്തിയിട്ടൊന്നും അനങ്ങുന്നില്ല. ചാർജർ ഞാൻ കുത്തി നോക്കിയില്ല, അത് ചാർജ് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ പോകാൻ വഴിയില്ല. ഇല്ല, ബാറ്ററി കുറേ കഴിയുമ്പോൾ ഒരു മാസം ഒരു 10% വെച്ച് ഡിസ്ചാർജ് ആവും. അതിൻ്റെ അതും ഒരു നല്ല സ്പ്രോട്ടൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. അതൊക്കെ അന്നത്തെ കാലത്തെ അതുകൂടെ ഉപയോഗിക്കാതെ കുറച്ചാൾ ഇരുന്നോണ്ടേ. ഈ മൊബൈലിലെല്ലാം ആയതോടുകൂടി എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലോ. ഉപയോഗിച്ചോണ്ടിരുന്നപ്പോൾ ഇരിക്കുവായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, പ്രശ്നം വരില്ലായിരുന്നു. ഇരുന്ന് പോയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സാറ് കൊണ്ടുവന്നേ, അത് വർക്കായി കേട്ടോ. അത് അതിൻ്റെ ചാർജർ പുള്ളിക്ക് മിസ്സിങ് ആയിരുന്നു. കുറച്ചാൽ ഇരുന്നാൽ അറിയാം. ഇരുന്ന് സാറിച്ച് വെയിറ്റ് ചെയ്തു. അവിടെ ഇരുന്നു ഇവിടെ വെച്ച് കുഴപ്പമില്ല. 1000 രൂപ കൊണ്ട് കൊടുത്താൽ ഞാൻ ഇന്നും ഓർക്കുന്നു. 15,000 രൂപ കണ്ടപ്പോൾ സോണി ആയതുകൊണ്ട് ഞാൻ ഭ്രാന്ത് കയറി മേടിച്ചാൽ
പ്രോപ്പർ സോണി ഇന്ത്യ വഴിയുള്ള സപ്ലൈ അല്ല, വേറെ ഈ മൊബൈൽ കടകളിൽ വന്ന സാധനമാണ്. അത് ഞാൻ കുറേ നാൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞാണ് പിന്നെ ആൻഡ്രോയിഡ് ഫോണും ഒക്കെ വരുന്നത്. പിന്നെ സോണി എറിക്സണും കൂടെ കൂടിയപ്പോഴാണ് നല്ല കുറേ ഫോണുകൾ വന്നത്. സോണി എറിക്സൺ നല്ല ഫോണുകളായിരുന്നു. പക്ഷേ ടെക്നോളജി സോണി ഡെവലപ്പ് ചെയ്യുകയും കാശ് മേടിക്കാൻ എറിക്സൺ മാത്രം ഇരിക്കുകയും ചെയ്തപ്പോൾ ഇവർ നമ്മളുള്ള ടൈംസിന് വിഷയം വരികയും അങ്ങനെ സോണി എറിക്സണുമായിട്ട് ഉള്ള ബന്ധം വിട്ട് എറിക്സൺ എന്നുള്ള പേരിന് അവർ പറഞ്ഞ പൈസ കൊടുക്കേണ്ടി വന്നു. അല്ലെങ്കിൽ സോണിക്ക് മൊബൈൽ പുറത്തേക്ക് ഇറക്കാൻ പറ്റാതായി. അപ്പോൾ ആ എഗ്രിമെൻ്റ് തീർക്കാൻ വേണ്ടി എറിക്സൻ്റെ പേര് സോണി മേടിച്ച്, സോണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മൊബൈലിൽ ഇറങ്ങുന്നുണ്ട്, ഭയങ്കര വിലയാണെന്ന് മാത്രമേ ഉള്ളൂ. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വിലയാണ്. വില കുറഞ്ഞ മൊബൈലുകളൊക്കെ നിർത്തി. പിന്നെ കമ്പനികളെല്ലാം നോക്കുമ്പോൾ അവരൊരു ലാഭമാണ് നോക്കുന്നത്. ലാഭം നോക്കുമ്പം ഇതിനകത്ത് ഏറ്റവും വലിയ സാലറി, വലിയ മെയിൻ്റനൻസ്. ഇപ്പോൾ ബ്രാവിയ ഇല്ലേ, സോണി ബ്രാവിയ ഇപ്പോൾ TCL ചേർന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക. പുതിയ TCL സോണിയും കൂടെ ചേർന്ന് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ TV-യുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം കുറഞ്ഞു പോയി. എല്ലാവരും മൊബൈലിലായി. TV എന്ന് പറയുന്ന സാധനം വളരെ കുറച്ചേ മേടിക്കുന്നുള്ളൂ. മേടിച്ചാൽ ഈ കുറഞ്ഞ ബ്രാൻഡുകളൊക്കെ മേടിച്ച് അത്യാവശ്യം പേരിനൊരെണ്ണം വെക്കുന്നു, വലിപ്പം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെയിൽ ഡ്രോപ്പ് വന്നപ്പോൾ കമ്പനി നോക്കിയപ്പം ഇനി അതിനായിട്ട് സാലറി, ഹെവി സാലറിയാണ് സോണിയിൽ. പത്രത്തിൽ എവിടെയോ ഞാൻ കണ്ടു, അതിഭയങ്കരമായ സാലറി കൊടുത്താണ് സോണി കമ്പനിക്ക് നഷ്ടം ഉണ്ടാകുന്നത്. 10 ലക്ഷം രൂപയും 15 ലക്ഷം രൂപയും മാസം 1.5 ലക്ഷം 2 ലക്ഷം ചെറിയ എക്സിക്യൂട്ടീവ് വരെ സാലറി കൊടുത്തു കഴിയുമ്പോൾ വലിയ ഹ്യൂമമായ. പക്ഷേ സെയിൽ നടന്നുകൊണ്ടിരുന്ന കാലത്ത് അത് ഓക്കെ ആയിരുന്നു. ഇന്നത് നഷ്ടമാണ്. അപ്പം നമ്മൾ വേറെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരെ കൊണ്ട് നമ്മുടെ സാധനം ഉണ്ടാക്കിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ TCL-ഉമായിട്ട് 2027 തൊട്ടേ ആവുള്ളൂ. സംസാരമെല്ലാം നടന്ന് ഏകദേശം ഒരു ധാരണയിൽ എത്തിയെന്നുള്ളൂ. എഗ്രിമെൻ്റ് ഒന്നും ഒപ്പിട്ടിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല TV-കൾ ചിലപ്പോൾ വില കുറച്ച് കിട്ടും. റിസർച്ച് ഉണ്ട്. സോണിൻ്റെ ടെക്നോളജിയിൽ TCL-നെ കൊണ്ട് ഉണ്ടാക്കിക്കുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറയും. കാരണം എന്ന് വെച്ചാൽ ഈവൻ ലേബർ കോസ്റ്റിലാണ് ഇത് മുഴുവൻ പ്രശ്നമാകുന്നത്. ഒരു ഫാക്ടറി മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ലേബർ മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര കോടി രൂപ വരും. അപ്പോൾ പ്രൊഡക്ഷൻ സാധനത്തിന് പ്രോഫിറ്റ് ഇല്ലാതെ അത് കെട്ടിക്കിടക്കുകയും വിൽക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകാം, ഒരു കമ്പനി മുമ്പോട്ട് പോകാം. ശരിക്കും ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. എറിക്സൺ മേടിച്ചു. സാംസങ്ങും സോണിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന LCD ഡിസ്പ്ലേ SLCD വേണ്ടാന്ന് വെച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. എല്ലാ കമ്പനിയും അങ്ങനെ നോക്കിയില്ല. കമ്പനി പിന്നെ കാണുകയില്ല, തീർന്നു. ഹലോ, ആ CD-യുടെ കേസൊന്നും നോക്കണ്ട, അതിൻ്റെ ഒന്നും ഒരു സാധനം കിട്ടിയല്ല. ആ കൊണ്ടുവന്നാൽ മതി. ഓക്കെ നോക്കാം. ആ വേണ്ട, സെറ്റ് മാത്രം. ബ്ലൂടൂത്ത് പിടിപ്പിക്കാം, ഞാൻ പെട്ടെന്ന് പിടിപ്പിച്ചുതരാം. നോക്കട്ടെ. വർക്കിംഗ് അല്ലേ? CD വർക്ക് ചെയ്യുന്നില്ലെന്നല്ലേ ഉള്ളൂ, ഓക്സ് വർക്കിംഗ് അല്ലേ? കൊണ്ടുപോകാം, നോക്കാം. ഓക്കെ. സെൻ്റ് ആൻറ്റണീസിലോ? ഓക്കെ. വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ശരി. ഓക്കെ. തരാൻ നോക്കാം. കുഴപ്പമില്ലല്ലോ. ചുമ്മാ എടുത്ത് കേടാന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണോ? അഹങ്കാരം കൊണ്ട് വെച്ചിരിക്കുന്ന? ചിലപ്പോൾ റീസെറ്റായി കാണും. ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറഞ്ഞപ്പോഴേ നമ്മളെടുത്ത് മാറിക്കൊടുത്തതാണ്. എല്ലാ 3 ചാനലുണ്ടോ നോക്കണേ. 3 ചാനലുണ്ടോ നോക്കി. You stole my heart of gold after my silver soul. Can you dig any deeper now? I gave you all I own, put you on this golden throne, but I'm a little stronger now. रुक जा ओ दिल दीवाने, पूछूं
വേണ്ടെന്നേ ഇതുപോലത്തെ സെയിം പ്രോബ്ലം തന്നെ ആയിരിക്കും. അതെയോ? അപ്പോൾ ഇത് മാറ്റിക്കോ. കുറച്ച് കഴിയുമ്പോൾ പൊട്ടൽ അല്ലേ? ആവട്ടെ. ഒരിക്കും 500 രൂപ ലാഭത്തിന് പോയതാ. കാശ് ഞാൻ മര്യാദയ്ക്ക് നല്ല സാധനം എടുത്ത് വിറ്റുകൊണ്ടിരുന്നത്. അന്നേരം ഭയങ്കര മാർക്കറ്റിൽ ഓരോരുത്തന്മാർ കോമ്പറ്റീഷൻ, നമ്മുടെ റേറ്റ് കൂടുതലാണ്, അതിനേക്കാൾ 500 രൂപ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ മൂത്ത തല വെട്ടി ദൂരെ കളയും. എന്തെങ്കിലും ഒന്ന് പെട്ടുപോയാൽ പെട്ടതുവാ, പിന്നെ ഊരിപ്പോലൊന്നുമില്ല. അവിടെ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ജീവന് ജീവൻ. അതാണ് സൗദി അറേബ്യയിലെ നിയമം. പഴയ നിയമത്തിലെ നിയമമാണ്. സൗദി അറേബ്യയിലൊക്കെ പോയി ഓരോ കേസിൽ പെട്ടുപോയാൽ നമുക്കറിയാലോ, ഒരാൾക്ക് വേണ്ടി നമ്മളാണ്ട് ഇത്ര കോടി രൂപ എങ്ങാണ്ട് ഈയിടെ സംബന്ധിച്ചായിരുന്നല്ലോ നമ്മുടെ ബോച്ചയൊക്കെ കൂടി. അല്ല യമനല്ല, എന്നാലും അവിടെയും പ്രശ്നമാണല്ലോ. എല്ലായിടത്തും പ്രശ്നം. എന്തെങ്കിലും ഒരു കേസിൽ പെട്ടാൽ ഇന്ത്യയിലെ പോലെ അല്ല കാര്യങ്ങൾ. ഇന്ത്യയിൽ എന്തോ ആകാം. അപ്പം അവിടെയൊക്കെ ചെന്ന ഒരു കേസിനകത്ത് നമ്മൾ ആ പുള്ളി അടിത്തറ എന്ന് പറയുന്നത് ഗൾഫ് തന്നെ. അല്ല, പക്ഷെ ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വന്നു കേട്ടോ സൗദിയിലൊക്കെ. അവര് ടൂറിസത്തിനൊക്കെ വേണ്ടിട്ട് ഒത്തിരി മാറി നിയമങ്ങൾ ഒത്തിരി മാറിയത്. പണ്ട് പെണ്ണുങ്ങൾക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റാതെ ഇപ്പൊ അത് അനുഭവിച്ചു. കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറി. അതല്ല, അവർക്ക് വിദ്യാഭ്യാസം വന്നു. അവർ വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് ലോകത്തിലുള്ള ജനങ്ങൾ ജീവിക്കുന്നതെന്ന് അവർ പഠിച്ചു. അവിടെയുള്ള മാറ്റം അതാണ് അതിന്റെ മെയിൻ മാറ്റം. ശരിക്കും നല്ല ഇതിലായിരുന്നു, നല്ല ആൾക്കാരാണ്. അതെ അതെ അതെ. ക്യാമറ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊട്ടിത്തെറിക്കൊന്നുമില്ല. ഇത് ചാർജ് ആയിക്കോട്ടെ. വർക്കിംഗ് ആകാനുള്ള ചാൻസ് കുറവാണ്. എൻ്റെ ഹാർഡ് ഡിസ്ക് ആക്സസ് റെഡ് കളറാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇരുന്ന് ഡാമേജ്, ഈ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിലും ഇരുന്നാൽ ഡാമേജ് ആയി പോകുന്നൊരു സാധനം, വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനം ഹാർഡ് ഡിസ്ക്. എവിടെ? ആ ആ അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. ആ ഞാൻ അവരോടെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. മേടിച്ചു വെച്ചു. ഞാൻ ആ ദിവസമായിട്ട് ഇവരൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ തലേദിവസം ഒന്നും വിളിച്ചു. ഈ സാധനം തൊട്ടിട്ടില്ല. ടെക്നീഷ്യൻ അവിടെ ചെന്ന് ഈ സാധനങ്ങൾ അഴിച്ചിട്ട് പോകും. ഒത്തിരി വർഷം മുമ്പാണോ? 5 വർഷമെങ്കിലായിരുന്നു. ഇപ്പം അത് അവരൊക്കെ പോയി. അവരൊക്കെ ഇപ്പോൾ സർവീസ് സെൻ്റർ ചെയ്യുന്നില്ല, നിർത്തി. പിന്നെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. ഹാർഡ് ഡിസ്ക് കഴിഞ്ഞ് മെമ്മറി കാർഡായി. മെമ്മറി കാർഡ് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാം മൊബൈലിലായി. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇപ്പം ഡി ജിയുടെ പിന്നെ മൈക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്, ഡി ജിയുടെ ക്യാമറ മേടിച്ച് വെച്ചിട്ടുണ്ട്, ആക്ഷൻ 5 Pro ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നില്ല. മൊബൈലിൽ തന്നെ പിടിച്ച് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് മൊബൈലിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. ഏറ്റവും എളുപ്പം അതാണ്. മറ്റേത് അതിനകത്ത് നിന്ന് ഇങ്ങോട്ട് ചാർജ് ആവുന്നുണ്ട്. LCD ഡിസ്പ്ലേ പോയതാണ്, ഒന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ സാറ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരു ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഇതിനകത്ത് ഡാറ്റ എടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു. ഒന്ന് എടുത്ത് ഡാറ്റ എടുക്കാൻ പറ്റുമെന്ന് സാർ ഇതിൻ്റെ ലാപ്ടോപ്പ് എടുത്ത് നോക്കുക. ഈ ഡിസ്പ്ലേ തെളിയാനോ അതിനൊന്നും നിൽക്കണ്ട, ഒന്നും കിട്ടുകയില്ല. ഇപ്പോൾ ബാറ്ററി ഇട്ട് വീട്ടിൽ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യുക. ചാർജ് ചെയ്തതിന് ശേഷം ഡാറ്റ എടുക്കാൻ പല പ്രാവശ്യം ട്രൈ ചെയ്താൽ ചിലപ്പോൾ ആക്സസ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററി ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത ബാറ്ററിയാണ്. ബാറ്ററി ആദ്യത്തെ ശരിക്കും സ്റ്റോക്ക് ആയിട്ടുള്ളത് ശരിക്കും ഒരു ചെറിയ ബാറ്ററിയാണ്. നമ്മൾ പിന്നെ ഇച്ചിരി വലുത് ഞാൻ എടുത്തതാ. ടൈം കൂടുതൽ കിട്ടാൻ. ചെറിയൊരു കംപ്ലൈന്റ് കണ്ടപ്പോൾ ഞാൻ നന്നാക്കാൻ കൊടുത്തതാണ്.
ഇതാ ശരിക്കും അതിന്റെ ബാറ്ററി. അത്രേ ഉള്ളൂ. ആ, ഇത് 2 ബാറ്ററിയും ചാർജ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇത് നമ്മുടെ ഇത് ഡാറ്റ ഇതുണ്ട്, ഡാറ്റ എടുക്കുന്നത് വഴി ഇതുണ്ട്, ഇവിടെ ഉണ്ടെന്ന്, ഇതാണ് ഡാറ്റ കേബിൾ ഉണ്ട്. ഇതുവഴി നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഡാറ്റ എടുക്കാൻ പറ്റും. ഇതൊരു ഹാർഡ് ഡിസ്ക് ആക്കി മാറ്റുക. അല്ല, ഇത് സാധാരണ അല്ലേ? ഇതിൻ്റെ കൂടെ കാണുമോ കോഡ് കയറ് നോക്കി, അക്സസ് കോഡില്ലേ? ഉണ്ടെന്നേ, അതില്ല വരികയില്ല. ആ, ഈ കോഡ് ഇതല്ല, ഒരു ചെറിയ ഇതാന്ന് നേരത്തെ ടി വിയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കോഡുണ്ട്. ആ കോഡ് എടുത്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തെടുത്ത് നോക്കിയാൽ കിട്ടും. ഹാർഡ് ഡിസ്ക് നമുക്ക് ഈ കുഞ്ഞ് ഹാർഡ് ഡിസ്ക്, സാധാരണ ഹാർഡ് ഡിസ്ക് അല്ല ഇതിനകത്ത് പടി കിട്ടും. ഓക്കെ, ഇവിടുത്തെ പണ്ട് പിള്ളേരുടെയൊക്കെ വീഡിയോ പിടിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. ആ, പിന്നെ എല്ലാത്തിനും ഒരു പുതിയ ആദ്യം വരും, അത് കഴിഞ്ഞ് ഇതൊക്കെ മാറ്റി വെക്കും, പിന്നെ ഇതൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം പോകും. അതാണ് ഇലക്ട്രോണിക്സ്. അല്ല, അവരൊന്നും അത് നോക്കുകയൊന്നുമില്ല. ചാർജിങ് കോഡല്ല എൻസി, ഇല്ല, അത് ഇതാണ്. ഇതുണ്ടോ ഡാറ്റ, ഇവിടെ ഡാറ്റ കേബിൾ ഉണ്ട്. ഇതുണ്ട്, ഇവിടെ പടം കാണിച്ചിട്ടുണ്ട് ഡാറ്റയുടെ. ഈ ഡാറ്റ കേബിളിൽ നമ്മുടെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്ത് ഈ ഹാർഡ് ഡിസ്കിലുള്ള സാധനം സേവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എടുത്തു വെച്ചു. ഞാൻ മറ്റേ വരുമ്പോൾ ടി വി കൂടെ കൊണ്ടുവന്ന് ഓർത്തിരുന്നു. ടി വി നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ടി വിയുടെ പാനൽ മാറി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഏത് സോണിയുടെ ഏത് ടി വി ആണെങ്കിലും. ആ പെട്ടി എടുക്കുക, D40 ഒരു പെട്ടിയുണ്ട്. സ്പീക്കറാണോ ഞെടുത്തേ? D40 ഒരു സ്പീക്കർ ഞെടുത്തേ, 2 അവിടെ ഇരിപ്പുണ്ട്. ഞെടുത്ത് വേറെന്താ? അതല്ല, അത് D40 അല്ലല്ലോ, അത് പഴയ ഹോം തിയേറ്ററിൻ്റെ ഉണ്ടെന്നേ. 2 ഞാൻ വെച്ചിട്ടുണ്ടല്ലോ എല്ലായിടത്തും. ഇവിടെയും 2 വെച്ചിട്ടുണ്ട്, താഴെയും 2 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആരും കൊണ്ടുപോയി? DVD പ്ലെയറാ, DVD പ്ലെയർ സ്പാനിയോ SP5065 സ്പാനിയോ DVD പ്ലെയർ മരണപ്പെട്ടിരിക്കുകയാണ്. അവനെ ഒന്ന് അഴിച്ച് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. സ്പാനിയോ DVD പ്ലെയർ. സാനിയോ അല്ല കേട്ടോ, സാനിയോടെ
ഓപ്പൺ ക്ലോസൊക്കെ തീരെ ബലമില്ല. എൻ്റെ മോട്ടറിങ്ങും ഒന്നും മെക്കാനിസമൊക്കെ തീരെ പോക്ക് മെക്കാനിസമാണ്. അല്ലേ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങേണ്ടതൊന്നും താഴോട്ടും ഇറങ്ങില്ല. ഇതൊക്കെ ജന്മനാ തന്നെ മുടന്തൻ ലോക്കൽ മെക്കാനിസം. പുത്തനായിരുന്ന കസ്റ്റമർ പറഞ്ഞു പുത്തനിൽ തന്നെ ഇത് വേണ്ട, അതൊന്നും മൂവ് ചെയ്യല്ല. അതാണ് അതിനുള്ള ഊരില്ല ഇതിന്. കാര്യം വീലൊക്കെ വെച്ചൊക്കെയാണ് ചെയ്യുന്നെങ്കിലും മെക്കാനിസം മഹാ മോശം മെക്കാനിസം. വീലുമൊക്കെ വെച്ച് അപ്പോൾ ഇതും റിട്ടേൺ പോവാണ്. സ്പാനിയോയും എൻ്റെ മെക്കാനിസം ഫുള്ള് മാറണം. മെക്കാനിസം മൊത്തം ലോഡൊക്കെ ആവും, പക്ഷേ എടുക്കത്തില്ല. എന്താ കറക്കി വിട്ടാൽ മാത്രമേ എടുക്കത്തുള്ളൂ. പോരുക. ഓക്കെ, നമ്മൾ ഡിസ്ക് എടുത്ത് വെച്ചു. എന്നാ അണ്ട എടുത്ത് വെച്ചു. ഇത് പാക്ക് ചെയ്തു കേട്ടോ, തിരിച്ച് പാക്ക് ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്ന അടിപൊളി ഒരു സാധനമാണ്. ഹാർമൺ ഗാർഡിൻ്റെ ഒരു ഏവിയ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അഴിച്ചൊന്നും സമയം കളയുന്നില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഇതാണ്. ഇതിൻ്റെ അകം നോക്കിക്കോളൂ. അകത്തൊക്കെ ഇരിക്കുന്ന ഹീറ്റ് സിങ്കിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോളൂ. ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ 1.5 ഹീറ്റ് സിങ്ക്, ഓഡിയോ ബോർഡ്സ്, ഇതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് വേണം ഇനിയിപ്പോൾ എടുക്കാൻ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. 7.1 ആണെന്ന് തോന്നുന്നു. 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട്. 7 ഔട്ട്പുട്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് നോക്കാം, ഏതൊക്കെ എഴുതിയിരിക്കുന്നു നോക്കട്ടെ. ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ് ലെഫ്റ്റ്, വീണ്ടും സറൗണ്ട് സെൻറ്റർ സറൗണ്ട് ബാക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി സബ്ബൂഫർ വേറെ, നമ്മൾ ആക്റ്റീവ് സബ്ബൂഫർ ആയിരിക്കും കൊടുക്കുന്നത്. റിമോട്ട് സബ്ബൂഫർ, ലെവൽ, സെൻറ്റർ, സറൗണ്ട്, ഫ്രണ്ട്, ഔട്ടും ഉണ്ട്. പിന്നെ ഇൻപുട്ടുകളുണ്ട്, കൊയാക്സിൽ ഇന്നുണ്ട്, ഡിജിറ്റൽ ഔട്ട്പുട്ടുണ്ട്, ഒപ്റ്റിക്കൽ ഇന്നുണ്ട്, ഡിജിറ്റൽ ഇൻപുട്ടൊക്കെ ഉണ്ട്. ഇല്ലാത്ത ടെക്നോളജി ഇല്ല. അന്ന് ഇവൻ HIRMAN ഹാർമാൻ എങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല. 2006 നവംബറിൽ ഉണ്ടാക്കിയ സാധനമാണ്. ഇവിടെ ഡേറ്റ് കിടപ്പുണ്ട്. USA ഹാർമാൻ USA ഇവിടെ എഴുതിയിട്ടുണ്ട്. 2006 നവംബർ. അപ്പോൾ വർഷമൊക്കെ നിങ്ങൾ കൂട്ടിയെടുത്തോളൂ. ഞാനിതൊന്നും കൂട്ടി സമയം കളയുന്നില്ല. മോണിറ്റർ ഔട്ട്, DVD ഔട്ട്, SPD ഔട്ട്, വീഡിയോ DVD ഔട്ടുകൾ എന്ന് വേണ്ട, ഔട്ടാണ്. വീഡിയോ 1, 2, 3 വീഡിയോ ഔട്ടുകൾ എന്ന് വേണ്ട. എൻ്റെ മോനെ റിമോട്ട് വയർ വഴി പ്രീ ഔട്ടുകളുണ്ട്. ഉണ്ട് സബ്ബൂഫറിൻ്റെ 2 സബ്ബൂഫർ, സറൗണ്ട് സബ്ബൂഫർ ഔട്ട് ഇവിടെ ഉണ്ട്. വീണ്ടും സബ്ബൂഫർ ഔട്ടുണ്ട്. സെൻറ്റർ വീണ്ടും ഔട്ടുണ്ട്. സബ്ബൂഫർ നമുക്ക് ആക്റ്റീവ് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി മുതലിനാണ് നിങ്ങളെ കാണിച്ചത്. ഇതിൻ്റെ ട്രാൻസ്ഫോറിൻ്റെ വലിപ്പം നീ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇതുണ്ടോ, ഇത്ര പൊക്കമാണ് ട്രാൻസ്ഫോമർ. ഒരു അഡാപ്റ്ററിൻ്റെ പൊക്കം, ഒരു സ്പീക്കറിൻ്റെ പൊക്കമാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ. ഇതിൻ്റെ കനമൊന്ന് തൂക്കി ശരിക്കും കാണിക്കണ്ട, അത്ര ഭയങ്കരമായ തൂക്കമുള്ള സാധനമാണ്. ഹാർഡൻ HIRDON ഹാർമാൻ ഹാർഡൻ. ഇപ്പോൾ ഹാർമൻ എന്ന് മാത്രമേ എഴുതുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇത് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ബൈ നിൽക്കും, പക്ഷേ അത് ഓണായി വരാൻ ഭയങ്കര പാടാണ്. ചിലപ്പം പല പ്രാവശ്യം നമ്മളത് ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഓണാകുമെന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് അഴിച്ച് ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അടിവശം നമ്മളിപ്പോൾ അഴിക്കാൻ പോവാണ്. ഈ സാധനം എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കാൻ വേണ്ടി അഴിക്കാൻ പോവാണ്. ഓക്കെ, പ്ലീസ് റിമൂവ് ആഫ്റ്റർ അൺപ്ലഗിങ്. ഇത് റിമൂവ് ചെയ്യാൻ അൺപ്ലഗ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാവുള്ളെന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. ഹാർമൻ. ഓക്കെ, നമ്മൾ അഴിക്കാൻ പോവാം. അഴിച്ചോ. ആണ് എൻ്റെ ഫ്രണ്ട് നമ്മൾ അഴിച്ചു. സത്യം പറയാമല്ലോ, ഒരു വിധത്തിലും
പണി ചെയ്തെന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തൊരു കൺജസ്റ്റഡായിട്ട് ഉള്ള വയറും എല്ലാം കൂടെ കെട്ടി എല്ലാം കെട്ട് അഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. കെട്ടുകളെല്ലാം അഴിക്കണം. ചിലട്ട് ഫ്ലെക്സും കൂടി ഞെടുത്തോ, ഇവിടെ വെച്ചോ, ഞാൻ പിടിച്ചോളാം. അല്ല അലൈൻമെൻറ്റ് മാറിപ്പോവും, അതുകൊണ്ടാണ്. വെച്ചോ. ഫ്ലെക്സ് കൂട്ടി വെക്കാം. വേണ്ട, ഇച്ചിരി വേസ്റ്റ് എടുത്തോ, ഇച്ചിരി വേസ്റ്റ് എടുത്തോ, തുടങ്ങി. മീറ്റർ ഓക്കെ. ബാക്കി മുറിക്കോളാം വരെ. പിടിച്ചോ. മൊബൈൽ ഫോണില്ലേ ലെവൽ ചെയ്യേ. കിട്ടിയോ? സ്വിച്ച് നല്ലപോലെ ഞങ്ങുന്നുണ്ടോ? ഓക്കെ, അപ്പം ശരിയായി. അത് നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഉണ്ടല്ലേ? താവോട്ട് പോകല്ലേ, 8ൻ്റെ പണിയാവും പിന്നെ അവനെ തപ്പിയെടുക്കാൻ. വലിയ ഫ്ലാറ്റിനകത്ത് ഒരു സ്ക്രൂ പോയാലിരിക്കും. മുറി. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, എടുക്കാം. ഇല്ല, അവിടെ നമ്മൾ ഊരിയില്ല. നമ്മളിവിടുത്തെ 2 സ്ട്രിപ്പേ ഊരിയിട്ടുള്ളൂ. അത് രണ്ടും ഇട്ടു. എർത്ത് കൊണ്ടുപോകാം. ഇതാദ്യം അത് ഇടുന്നതിന് മുമ്പ് ഇത് ഇട്ടിട്ട് ഇത് ഇടുമായിരിക്കും എളുപ്പം അല്ലേ? അല്ല ലെവൽ ചെയ്യാൻ വരും. ഇട്ടോ, അത് ഇട്ടിട്ട് എർത്തൂടെ കുത്തിക്കും. കുത്തിയോ? അത് ലെവല് കയറ്റി വെച്ചോ. അല്ലാതെ വെക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് ഡെമോ നോക്കാം. കുത്തിക്കോ, കറണ്ട് കുത്തിക്കോ. സ്ക്രൂ ഇട്ടിട്ട് കാണിക്കാം കൊച്ചേ. അപ്പോൾ ഇത് സർവീസ് ചെയ്യാൻ എന്തൊരു പാടാണെന്നറിയോ? ഇതിൻ്റെ വലിപ്പവും ഇതുമെല്ലാം വെച്ചേ ഭയങ്കര പാടുള്ളൊരു സാധനം. ഓക്കെ, ഇന്നത്തെ സൈഡിലൂടെ ചരിച്ചു തരാം. അടി
അടുത്ത് നിന്നാലും അതിനിടെ കണ്ണ് പൊട്ടിപ്പോയി ജെൻസി. അത് ഒരു സ്ക്രൂ ഇട്ടാൽ മതി. പാട്ട് നോക്കിയിട്ട് ബാക്കി സ്ക്രൂ ഇടാവേ. പാട്ട് കിട്ടുമോന്ന് എന്നാ മതി. എന്നാ പാട്ട് നോക്കിയിട്ട് സ്ക്രൂ ഇട്ടാൽ മതി. ബാക്കി ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് ലൈറ്റും ആദ്യം നോക്കി, എന്നിട്ട് നമ്മുടെ DVD എടുത്ത് ലൈനിന് കൂടും കേട്ടോ. വോളിയം ഫുള്ള് കൂട്ടല്ലേ പെട്ടെന്നേ. ഹാർമൻ ഹാർഡോൺ, HIRMAN, ഹാർമൻ ഹാർഡോൺ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഹാർമൻ ഹാർഡോൺ. ഇത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. മാറ്റിക്കും. അതിൻ്റെ സ്വിച്ച് ഇവിടെ ഇട്ടു. പവർ ഓൺ ആക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പവർ ഓൺ ആക്കുന്നു. ഇത് ഓൺ ആക്കിയതിന് ശേഷം ആ സ്റ്റൂളിൽ നിന്ന് ഞാനൊരു സെലക്ഷനൊക്കെ നടത്തട്ടെ. ഓളിയൊക്കെ എവിടെയാണ് കിടക്കുന്നു നോക്കട്ടെ. ഓളി ഇച്ചിരി കുറച്ച് വെക്കാം. ഇതിൻ്റെ FM-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. FM, AM, NOS. സ്വിച്ചുകളൊന്നും തന്നെ മാറുന്നില്ല. ആ ടോർച്ച് തന്നെ സോഴ്സ് മാറുന്നില്ല. ഇതിൻ്റെ റിമോട്ട് ഉണ്ടായിരുന്നു എൻ്റെ മണ്ടയിൽ. റിമോട്ട് ഉണ്ടായിരുന്നോ? ഒരു സ്വിച്ചും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ എന്തൊരു സാധനം വർക്ക് ചെയ്തല്ലോ. AV സിങ്ക് ഡിലേ, ഡിജിറ്റൽ ചാനൽ ലെവൽ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോഴേ കിട്ടും. ചിലരെല്ലാം കാണുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല, കാണുന്നില്ലല്ലോ എന്ന്. അത് വീഡിയോ ഇടാത്തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയോ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ബുദ്ധിമാന്മാരായുള്ള എല്ലാവരും അവർക്കിഷ്ടമുള്ള ചാനലുകൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ചാനൽ വരുന്ന നല്ല വീഡിയോസ് നമുക്ക് പെട്ടെന്ന് പൊങ്ങി വരിക, നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേരെ, ഒന്ന് ഹൈപ്പ് അടിച്ചേരെ, സബ്സ്ക്രൈബ് ചെയ്തേരെ. നമുക്ക് വീഡിയോ അധികം നേരമില്ല, കുറച്ച് നേരം കൂടെ ഉള്ളൂ. 1-2 സെറ്റിൻ്റെ കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താം. നമ്മുടെ ഈ വീഡിയോ ഇത്രയും ദീർഘനേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമുക്ക് 1-2 കംപ്ലൈൻറ്റും കാര്യങ്ങളുമൊക്കെ കൂടെയുള്ള 1-2 സെറ്റുകളും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ നിർത്തുന്നതായിരിക്കും. ഓക്കെ. സറൗണ്ട് ഓണും ഓഫോട് അതിനേക്കുമ്പോൾ വരുന്നു. IV300 സെറ്റ് പാക്ക് ചെയ്തത് പാക്ക് ചെയ്തു.
person you are calling is currently busy. ഫ്രണ്ടിൽ കൂടുതൽ വെച്ചാൽ സൈഡിലൊന്നും ഒരു വിഷയം വരികയില്ല. ഫ്രണ്ടിലാണ് അതിൻ്റെ ഇത് വരുന്നത്. ഫ്രണ്ടിൽ തിരിച്ചും മറിച്ചും 2 എണ്ണോ 3 എണ്ണോ വെച്ചാലും കുഴപ്പമില്ല. ഫ്രണ്ട് പൊട്ടരുത്. 1 2 എണ്ണം വെച്ചോ ഫ്രണ്ടിൽ. സൈഡിലും ബാക്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. ഈ പഴയ വന്ന ഈ പേപ്പർ എടുത്ത് കളയണം കേട്ടോ. എൻസി കൊറിയറിൻ്റെ ഈ സൈഡിലത്തെ സ്റ്റിക്കർ പറിച്ച് കളയണം, അല്ലാതെ തിരിച്ചു വരും. ഹായ് ഫ്രണ്ട്സ്, ഇത് IV300 സെറ്റാണ്. ഇന്നിപ്പോൾ ഞങ്ങളൊരു 3-4 IV300 സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അത് ഓരോന്നോരോന്നും ഇപ്പോൾ വീഡിയോ പിടിക്കാനൊന്നും സമയമില്ലാതെ തിരക്കായിട്ട് പണി തീർക്കുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ ഇതൊരു സ്ട്രിപ്പ് പോയെന്ന് പറഞ്ഞ് വന്നതാണ്. ഇത് IV300 സ്ട്രിപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 26 പിന്നിൻ്റെ സ്ട്രിപ്പാണ്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ഞാൻ പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് കുറേ എണ്ണം മേടിച്ച് വെച്ചിരുന്നു. ഇതാറായി, കുറച്ചെണ്ണം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രിപ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിച്ച് കമ്പനിയുടെ സർവീസ് സെൻ്ററിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും സ്ട്രിപ്പില്ല എന്ന് പറഞ്ഞ് കളഞ്ഞ സാധനമാണ്. അപ്പോൾ നമ്മൾ പല സാധനങ്ങൾ റെയറായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ മേടിച്ച് വെച്ചാലേ ഇങ്ങനെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെക്നീഷ്യന്മാരോടുള്ള ഒരു കുഞ്ഞുപദേശം. അപ്പോൾ ഞാനിങ്ങനെയുള്ള റെയറായിട്ടുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് കിട്ടാനില്ലാത്ത സാധനങ്ങൾ ഞാൻ കിട്ടുന്ന സമയത്ത് ഞാൻ മേടിച്ച് വെക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ മേടിച്ച് വെക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനങ്ങനെ മേടിച്ച് വെക്കാറുണ്ട്. അതിൻ്റെ പേരിൽ ഈ സെറ്റ് റെഡിയാകുമെന്ന് നമ്മൾ നോക്കാൻ പോകണം. ഇന്ന് നമ്മൾ റെഡിയായ സെറ്റുകൾ കുറേ എണ്ണം ഉണ്ട്. അത് നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ.